Hello, good morning. So here we have a question from trigonometry. Evaluate 1 plus tan theta plus sec theta into 1 plus cot theta minus cosec theta. നമുക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ട്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നുള്ള മോഡലിൽ എഴുതാം. ഓക്കെ, സീക് തീറ്റേനെ നമുക്ക് ഇറ്റ്സ് ഇൻവേഴ്സ് ഓഫ് കോസ് 1 ബൈ കോസ് തീറ്റ എന്ന് നമുക്ക് സീക് തീറ്റേനെ എഴുതാൻ പറ്റും. കോട്ടിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സൈൻ ബൈ കോസ് ആണ് ടാൻ എങ്കിൽ കോട്ട് കോസ് ബൈ സൈൻ ആണ് അല്ലേ? കോസ് ബൈ സൈൻ തീറ്റ. പിന്നെ കൊസീക്ക് എന്ന് പറയുന്നത് 1 ബൈ സൈന്, സൈൻ്റെ ഇൻവേഴ്സ് ആണ് കൊസീക്ക്. റെഡി. സോ നമുക്കത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 1 പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് 1 ബൈ കോസ് തീറ്റ, ഈ ബ്രാക്കറ്റ് കഴിഞ്ഞു, അപ്പുറത്തെ ബ്രാക്കറ്റ് 1 പ്ലസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ മൈനസ് 1 ബൈ സൈൻ തീറ്റ. റെഡി. ഇനി ഇവിടെ കോസ് തീറ്റ ഉണ്ട്, ഇവിടെ കോസ് തീറ്റ ഇല്ല, അപ്പം അതിൻ്റെ ഒരു കുറവുണ്ട്. സോ നമുക്ക് ഡിനോമിനേറ്റർ കോമൺ ആക്കണമെങ്കിൽ ഇവിടെ 1 ഇൻറ്റു കോസ് തീറ്റയും താഴെ 1 ഇൻറ്റു കോസ് തീറ്റ, ഈ പ്രൊസീജിയർ അല്ലേ ചെയ്യുക. അപ്പം എന്താവും? 1 ഇൻറ്റു കോസ് തീറ്റ മുകളിലുള്ളത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇത് ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇപ്പുറത്ത് സൈൻ തീറ്റ കോമൺ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയും 1ൻ്റെ അടിയിൽ 1 ആണ്, അവിടെ സൈൻ തീറ്റനെ കൊണ്ടുവരണമെങ്കിൽ ഇൻറ്റു സൈൻ തീറ്റ ചെയ്യണം. സെയിം ആളെ വെച്ച് ഡെനോമിനേറ്ററും ന്യൂമറേറ്ററും ചെയ്യണം. അപ്പോൾ 1 ഇൻറ്റു സൈൻ തീറ്റ, അവിടെ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡയറക്റ്റ് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ സൈൻ തീറ്റ കോസ് തീറ്റ ഇതേപോലെ തന്നെ നമുക്ക് ഇതിനാക്കാനും പറ്റും. സൈൻ തീറ്റ കോസ് തീറ്റ, ഇവിടെ കോസ് തീറ്റ സൈൻ തീറ്റ, രണ്ടും സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള മോഡലിലൊക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഇൻറ്റു ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഓൾറെഡി ഒരു ഫോർമാറ്റ് അറിയാം. എ പ്ലസ് ബി എന്നുള്ള സംഭവം പിന്നെ എ മൈനസ് ബി എന്നുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇങ്ങനൊരു സാധനം നമുക്കറിയാം. ഈ ഒരു സ്റ്റെപ്പ് ശരിക്കും നമുക്കിനി സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ പ്ലസ് 1 ഓക്കെ പ്ലസ് 1 and sin theta plus cos theta minus 1 divided by ഇത് ഡയറക്റ്റ് ഇൻറ്റു അല്ലേ. അപ്പോൾ നമുക്ക് കോസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വൃത്തിക്കായിട്ട് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം അടിയിൽ. ഈ ഒരു സംഭവം എ എന്നും ഇത് ബി എന്നും ഇത് എ എന്നും ഇത് ബി എന്നും ആണെങ്കിൽ ഈ സംഭവം നമുക്ക് അപ്ലിക്കബിൾ അല്ലേ? സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റ് എഴുതുകയാണെങ്കിൽ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് പിന്നെ 1 അല്ലേ ബി, സോ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ ഇങ്ങനെ നിൽക്കും. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ പറയുക, എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഈ എക്സ്പാൻഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ.
അങ്ങനെ ഇതാ. ഇനി 1 സ്ക്വയർ എന്താ 1 തന്നെ അല്ലേ, ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. റെഡി, ഇവിടെ വരെ എത്തി. ഇനി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടോ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഇത് നമുക്ക് ഒരു ഐഡൻറ്റിറ്റിയാണ്. അതായത് നമ്മൾ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇത് ഐഡൻറ്റിറ്റീൻ്റെ സെക്ഷനിൽ ഒരു 3 ഐഡൻറ്റിറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിലുള്ള ഒരു പുള്ളിക്കാരനാണ് ഇത്. ഓക്കെ, സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ നമുക്ക് ഈ സംഭവത്തിന് പകരം 1 കൊടുക്കാം. ഓക്കെ, സോ 1 + 2 സൈൻ തീറ്റ കോസ് തീറ്റ -1 അങ്ങനെ വരും. ഇനിയൊരു 1 + 2 സൈൻ തീറ്റ കോസ് തീറ്റ -1 ഡിവൈഡഡ് ബൈ അടിയിൽ സൈൻ തീറ്റ കോസ് തീറ്റ. ഇങ്ങനെ വരും. കോൺസ്റ്റൻസ് ഏതൊക്കെ ഇവിടെ, ഈ 1ഉം ഈ -1ഉം കോൺസ്റ്റൻസ് ആണ്. സോ 1 - 1 0, അപ്പോൾ അവർ പോയി. ബാക്കിയുള്ളത് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ ആണല്ലോ. ഈ സാധനം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2.